ഹായ് ഫ്രണ്ട്സ്, അപ്പോഴേ ഇന്നൊരു ലോങ് വീഡിയോ വരാമെന്ന് കരുതി. കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാത്ത. കാരണം ഇവിടെ ഒരു ചെറുക്കുള്ളതിനൊന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഒരു പണ്ടത്തെ കഥകൾ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറച്ച് ഓർമ്മകൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ പോയിരുന്ന് ഞാൻ കഥ പറയാം. നമ്മളെ ഇതെന്ന് വെച്ചാൽ ഒരു ബേസ്മെൻറ്റാണ്. ഇതിൽ ഒരു പഴയ വീടാണെന്ന് വെച്ചാൽ പണ്ടത്തെ മണ്ണിൽ നിർമ്മിച്ച കട്ട. നമ്മുടെ ചുടുകട്ടയല്ല, വേറെ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൽ നിർമ്മിച്ച വീടാണ്. ആ പണ്ട് ഓലയായിരുന്നു. അതിലൊക്കെ ഞാൻ താമസിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഷീറ്റ്. മഴ സമയമാകുമ്പോൾ ഉണ്ടല്ലോ നല്ല കാറ്റും. ഇവിടെ ഫുൾ ഇതിനേക്കാളും മരങ്ങളുണ്ടായിരുന്നു. കാറ്റും ഇടിയൊക്കെ വരുമ്പം നമ്മൾ ഇവിടെ ഇരുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പാറയിൽ ഇവിടെ വന്ന് നിൽക്കും. ഇതായിരുന്നു ഞങ്ങളുടെ ആശ്രയം. ഈ മാവാണ് ഞങ്ങളുടെ ആശ്രയം. ഇവിടെ നിൽക്കും. ഇതാകുമ്പോൾ ഇതിൻ്റെ പുറത്ത് വേറെ ഒന്നും വന്ന് വീഴില്ല. ഈ മാവ് വീഴില്ലെന്നറിയാം. ഇവിടെ വന്ന് നിന്നിട്ട് കുടയും പിടിച്ച് ഇങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി അമ്മ ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും നമുക്ക് താഴെ പോകാമെന്ന്, താഴത്തെ വീട്ടിൽ. അത് മടിച്ച് ഇവിടെ നിൽക്കും. നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് സ്റ്റക്കായി. പിന്നെ ഇത് തോന്നിട്ടോ ഒന്ന് കാറ്റൊക്കെ ശാന്തമാകുമ്പോൾ അകത്ത് കയറിപ്പോവും. പിന്നെ ഞങ്ങൾക്ക് മെയിൻ ഇത് പഞ്ചായത്തിൽ നിന്ന് ഷീറ്റിടാൻ കിട്ടി. ഷീറ്റൊക്കെ ഇട്ടാണ് പിന്നെ അതായത്. പിന്നെ കുറേ വർഷം കഴിഞ്ഞ് ഞാൻ 5-ലെന്തോ പഠിക്കുമ്പോഴാണെന്ന് പഞ്ചായത്ത് വീട് കിട്ടണേ. ഞാൻ 8ാം ക്ലാസ്സിൽ 8ൽ പഠിക്കുമ്പം ഞങ്ങളിങ്ങോട്ട് മാറി. അതിന് മുമ്പ് ഇവിടെ കഥകളുണ്ടെന്ന് പറയുമ്പം വീട്ടിൽ പാമ്പ് വരും. പാമ്പ് വരുമ്പം ഈ അമ്മാമ്മ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മാമ്മയുടെ മുറിക്ക് തലങ്ങണയും പുതപ്പ് കൊടുത്തുകൊണ്ട് അമ്മാമ്മ ആദ്യം ആ പാറയിൽ പോയി നിൽക്കും. അവിടുത്തെ പാറയിൽ പോയി കയറി നിൽക്കും. എന്നിട്ട് ഞങ്ങളെ വിളിക്കുള്ളൂ, മക്കളെ ഇറങ്ങി ആ പാമ്പെന്ന്. ചേരയില്ലെങ്കിൽ ചേരയായിരിക്കും. ആരെങ്കിലും വന്ന് ഉയരുന്ന് മുളയല്ലേ അവിടെ നിന്ന് ഇറക്കി അത് മണ്ണെണ്ണയോ എന്തെങ്കിലും ഒഴിച്ച് അതങ്ങ് ഇറങ്ങും. വേറെ ദിവസം വന്ന് നിന്നിട്ടുണ്ട്. ഇവിടെ അടുക്കളപ്പുറമായിരുന്നു ഇത്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം ഇവിടെ നിന്ന് എടുത്ത് വെച്ച് ഞാൻ ചാടി. ഇതിൽ നിന്ന് താഴെ എടുത്ത് ചാടി. അപ്പോഴെൻ്റെ മുമ്പിൽ വന്ന് ചേര. എല്ലാവരും 4 വശത്തോട്ടോടി. ഈ വീട്ടിൽ എല്ലാവർക്കും പാമ്പിനെ പേടിയാണ്. പല പല കഥകളുണ്ട് ഇവിടെ. അങ്ങനെ പിന്നെ ഇതിലെ കൂടെയൊക്കെ ഓടിച്ചാടി നടന്ന് ഇവിടെ നിൽക്കുമ്പം പണ്ടത്തെ കാര്യം ഓർമ്മ വരും. ശാന്തമായ നിശബ്ദമായ ഒരു ശല്യം ചെയ്യാനില്ലാത്ത ഒരു വീടാണ് എൻ്റെ വീട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീട് ആഗ്രഹം ഉണ്ടോയെന്ന് പറയാം കേട്ടോ. നല്ല കാമായിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസാണ് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട്. ഞാൻ ഒരു വിഷമമില്ല, സന്തോഷത്തോടെ ഫുൾ സമയം സന്തോഷത്തോടെ ഇരിക്കുന്ന സ്ഥലമാണ് എൻ്റെ വീടാണുള്ളത്. ഇതാണല്ലോ പട്ടികളെ കാര്യം പറയണമെങ്കിൽ എൻ്റെ കുട്ടികാലം തൊട്ട് ഈ വീട്ടിൽ പട്ടിയുണ്ട്. ഇതൊന്നുമല്ല, ഒരു 6, 8, 9, 10 വരെ വളർന്ന സമയമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആദ്യം പഠിക്കുമ്പം ഒരു മർഡോണായിരുന്നു. അതിനെ മാട അടിച്ച് തള്ളിട്ടെന്നാണ് പറയണത്. അറിഞ്ഞൂടാ. രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോൾ ഇങ്ങനെ അതൊരു പെൺപട്ടിയായിരുന്നു. രണ്ടാമത്തെ നല്ല കൊഞ്ചിച്ച് വളർത്തിയത് മിട്ടുപ്പൻ, ലാസാപാസ. പിന്നെ കോമറേന് ഒരു ലൂണ ഉണ്ടായിരുന്നു. ലൂണയെക്കാളും എന്നുവെച്ചാൽ അമ്മാമ്മ മരിച്ച് ഞാനും അമ്മയും ഒറ്റയ്ക്കാണെന്നറിഞ്ഞ് ഒറ്റയ്ക്ക് മൂഡ് ഓഫ് എന്നുവെച്ചാൽ ആ വിഷമം. കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ല, നമ്മൾ ഒറ്റയ്ക്കായെന്ന് തോന്നി തുടങ്ങി ആ സമയം തൊട്ടാണ്. അമ്മാമ്മ മരിച്ചതിന് ശേഷം. അമ്മാമ്മ മരിക്കുന്നത് ഞാൻ 10ൽ പഠിക്കുമ്പോൾ. അപ്പോൾ ചേച്ചിയും ഹസ്ബൻഡും കൂടി ജോലിക്ക് എടുത്തത് പട്ടി അയച്ചുകൊണ്ട് വന്നു. ഭയങ്കര മാറ്റമാണ് വന്നത്. അവൻ വന്നതിന് ശേഷം ഞങ്ങളൊന്ന് ഓണായി. പിന്നെ കോഴി വളർത്ത് തുടങ്ങി. അവൻ എന്നുവെച്ചാൽ അവന് എനിക്ക് തന്നിട്ട് ആർക്ക് വേണോ എവിടെ വേണോ പോകാൻ പാതിരാത്രി. അവൻ എന്നെ നോക്കിക്കോളും. അങ്ങനെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. ഒരു ദിവസം രാത്രി എന്നെ അവർ ഇവിടെ കിടത്തി ഉറക്കിയിട്ട് മമ്മി ചേച്ചി ആശുപത്രി പോയിട്ടുണ്ട്. ഞാൻ നല്ല ഉറക്കമുണ്ട്. ഞാൻ ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ സമയം തന്നെ എനിക്ക് അവനെ നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ അവ ഉണ്ടായിരുന്നു. എന്നാൽ മോൻ്റെ ഡെലിവറിക്ക് ഹോസ്പിറ്റലായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ 2-3 ദിവസം വീട്ടിൽ ആരും ഇല്ലല്ലോ. തിരിച്ചു വന്നപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കാതെ പിറ്റേന്ന് വിട്ടിട്ട് പോയി കഴിക്കാനൊന്നും കൊടുക്കാതെ
ഞാൻ ഒരാഴ്ച കൂടുതൽ ICUലും പിന്നെ രണ്ടാമത് അഡ്മിറ്റായപ്പം തിരിച്ചു വന്നപ്പം പുഴുവൊക്കെ ആയി, എന്തോ മുറിവെന്തുണ്ടായിരുന്നാലും പുഴുവൊക്കെ ആയി ആൾ പോയി. എനിക്ക് കാണാൻ പറ്റിയില്ല. എൻ്റെ ലൈഫിൽ ഇനി ഞാൻ അതിനുശേഷം ഞാൻ അങ്ങനെ പട്ടിയെ സ്നേഹിക്കില്ല. ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല, എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എടുക്കുകയും തൊടുകയും അങ്ങനെയൊക്കെ ചെയ്യും. എനിക്കിപ്പോൾ അങ്ങനെ ഒരിതേ ഇല്ല. അവൻ വന്ന് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും അല്ലെങ്കിൽ എൻ്റെ പിള്ളേനെ അവൻ കണ്ടില്ല, കാണാതെ പോയി. അതുകൊണ്ടാണ് എൻ്റെ പിള്ളേരെ നല്ലോണം നോക്കുമായിരുന്നു. നല്ലൊരു ബോബോവായിരുന്നു. പട്ടിയൊന്നും ഞാൻ പറയില്ല, എൻ്റെ പിള്ള ഇങ്ങനെയായിരുന്നു ഞാൻ വളർത്തിയത്. എനിക്ക് അങ്ങനെ കുറേ കഥകളുണ്ട് ഫ്രണ്ട്സ്. എന്നുവെച്ചാൽ കല്യാണം കഴിയുമ്പോൾ പട്ടി, വീട്, അതൊക്കെയായിരുന്നു ജീവിതം എൻ്റെത്. പക്ഷേ എൻ്റെ കല്യാണം കഴിയും മുമ്പ് വരെ എൻ്റെ വീട് സ്വർഗമായിരുന്നു. ഞാൻ, ചേച്ചി പുറത്ത്, അമ്മ, ഭയങ്കര തമാശ. ഈ വീട് എന്ന് വെച്ചാൽ ഇങ്ങനെ സൈലൻ്റായിട്ട് കിടക്കൂല, എപ്പോഴും അലപ്പ്, ഒച്ച, ബഹളം അങ്ങനെയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ അമ്മയും ചേച്ചിയും അവർ മാത്രമായി. അത് കഴിഞ്ഞ് അവരിപ്പം പോയി, അവരിപ്പം വാടകയ്ക്കാണ്. ഇപ്പം ഞാനും കൂടി പോകുമ്പോൾ അമ്മ മാത്രം ഒറ്റയ്ക്ക്. ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീടല്ലാതായി. പലപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ അമ്മ പള്ളിയിൽ പോകാത്തത്. അമ്മ പള്ളിയിൽ പോകില്ല, അങ്ങനെ ഇതൊക്കെ. ചില സമയം അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇന്നത് വാങ്ങിച്ചു കൊടുക്കായിരുന്നു, എനിക്ക് ഇന്നടത്ത് കൊണ്ടുപോകായിരുന്നു. ഇപ്പം തന്നെ മിക്കയിടത്തും 180 എല്ലാ സാധനവും ചൈനീസ് മേമ നടക്കുന്നത്. ഇപ്പം കാട്ടാക്കടയിൽ വന്നു ഞാൻ അമ്മയെ തുറന്നു, നമ്മളെ പൈസ ഇല്ലല്ലോ മക്കളെ, നമുക്ക് പോയി. ഒരു കാലത്ത് നമുക്ക് ഒരാഗ്രഹം എന്താ ഇഷ്ടപ്പെട്ട ആ സമയത്ത് വാങ്ങാൻ നമ്മളെ പൈസ കാണില്ല. ഇപ്പം പേരിന് കൊള്ളായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങായിരുന്നു അമ്മേ, നമ്മളെ പൈസ ഇല്ലല്ലോ മക്കളെ. അപ്പോൾ ഞാൻ ആലോചിക്കും, എന്നെ പഠിച്ച സമയത്ത് ഞാൻ ജോലിയെല്ലാം വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്നവർക്ക് ആഗ്രഹിക്കുന്ന സാധനം വാങ്ങിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഒരാഗ്രഹമുള്ളൂ, യൂട്യൂബർ ആവണം, എൻ്റെ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് ആവണം, എനിക്ക് ലൈക്ക് കിട്ടുക, ഷെയർ കിട്ടണം, എനിക്ക് വരുമാനം കിട്ടണം. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇടയ്ക്കും കല്യാണ സമയത്ത് കടയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഇന്നത് വാങ്ങിച്ചു കൊടുക്കുക എൻ്റെ വീട്ടുകാർക്ക് എന്നാൽ ഞാൻ അപ്പോഴേ തന്നെ വാങ്ങും. അത് റേറ്റോ കാര്യമോ ഒന്നും നോക്കില്ല, അപ്പോഴേ തന്നെ വാങ്ങും. ഇപ്പോൾ എൻ്റെ പൈസ ഇല്ലാത്തപ്പോൾ ഞാൻ റേറ്റ് ചോദിക്കും, തിരിച്ചു വരും, ഞാൻ സാധനം വാങ്ങൂല. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾ കമൻറ്റും ഷെയറൊക്കെ ഇടണം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും.